നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ വർഷങ്ങളോ മാസങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. വെറും ആഴ്ചകൾ മാത്രം മതിയാകും. അതിനുള്ളിൽ തന്നെ ഇറാന് പൂട്ടിടാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റുബിയോ. അതായത് കരസേനയുടെ പോലും സഹായമില്ലാതെ തന്നെ ഈ യുദ്ധത്തിന് തീർപ്പ് കൽപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കും. എന്നാൽ സാഹചര്യം മാറുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ പ്രസിഡന്റിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമൊരുക്കാൻ ചില സൈനികരെ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും നയതന്ത്ര പരിഹാരത്തിനായുള്ള ചർച്ചകൾ ഫലപ്രദമായി തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴും ഉത്തരം അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ വാദങ്ങളെയും ഇറാൻ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഉപരോധിക്കപ്പെട്ട ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ അവിടെ നൽകിയിരിക്കുന്ന സമയപരിധി ട്രംപ് 10 ദിവസം കൂടി അവിടെ നീട്ടി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കരസേനയുടെ ആ ഒരു സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാമെന്നതാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോലും സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് മിനിറ്റുകൾ അടങ്ങുന്ന അതായത് 2 സംഘടനകളാണ് അമേരിക്ക നിലവിൽ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സംഘം മാർച്ച് അവസാനത്തോടുകൂടി എത്തുമെന്നും കൂടാതെ തന്നെ ആയിരക്കണക്കിന് മറ്റ് എയർബോൺ സൈനികരെയും ഇവിടെ വലിയ രീതിയിൽ വിന്യസിപ്പിക്കാൻ തങ്ങൾ പദ്ധതിയിടുന്നതായി തന്നെ അവർ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിക്കാൻ മാസങ്ങൾ വേണ്ടി വരില്ല, ആഴ്ചകൾ മാത്രം മതിയാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അതായത് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റുബിയോയുടെ പ്രസ്താവന. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതായും വരുന്ന ദിവസം ഫ്രാൻസിൽ നടന്ന G7 വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കം അവിടെ നിശ്ചയിച്ച സമയക്രമത്തിലോ അതിനു മുൻപോ അല്ലെങ്കിൽ അതിന് ഒപ്പം തന്നെ നടക്കുമെന്നും അനുയോജ്യമായ സമയത്ത് അതായത് മാസങ്ങളല്ല ഏതാനും ആഴ്ചകളിൽ തന്നെ അവിടെ അത് പൂർത്തിയാക്കുമെന്നതാണ് ഇവർ പ്രതീക്ഷിക്കപ്പെടുന്നതായി വിശദീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു കരയുദ്ധമായി മാറുമോ എന്ന ആശങ്ക വലിയ രീതിയിൽ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തിയ തിരിച്ചടികൾ ആഗോളതലത്തിൽ ഊർജ്ജ ചരക്ക് വ്യാപാരത്തെ സാരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. ഇത് വിലക്കയറ്റത്തിനും അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിനുമുള്ള ഭീതി ഉയർത്തുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ചുങ്കം ഏർപ്പെടുത്തുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഇവിടെ അദ്ദേഹം എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജലപാതയിലൂടെ വ്യാപാരത്തിന്റെ ഗുണഭോക്താക്കളായ യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇതിന്റെ സുരക്ഷാ ചുമതലയിൽ പങ്കാളികളാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഈ വ്യാപാര മേഖലയിൽ അമേരിക്കയുമായുള്ള ആ ഒരു ആശ്രിതത്വം കുറയ്ക്കുമെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.